സന്തോഷമുണ്ട് കേട്ടോ. പുതിയ തലമുറയിലെ പിള്ളേരെ ഈ മതപണ്ഡിതന്മാരോട് നല്ല ഒന്നാന്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവർ കിടന്നുകൊണ്ട് ഉരുണ്ട് കളിച്ച് പല രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ ഉദാഹരണമൊക്കെ കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാൻ കാണുമായിരിക്കും. അപ്പം നമുക്ക് അതിനകത്തെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഈ മതപണ്ഡിതന്റെ മറുപടികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നല്ല രസമാണ്. മാമുദീസ സ്വീകരിക്കുന്നത് അറിവാകുന്ന പ്രായത്തിനു മുന്നേ എന്നെ അപ്പനും അമ്മയും കൊണ്ട് മാമുദീസ സ്വീകരിപ്പിക്കുക. അതിലും നല്ലത് അറിവായതിനു ശേഷം എനിക്ക് ഉത്ബോധത്തോടെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കണം, എനിക്ക് സഭയിൽ അംഗമാകണം എന്നുള്ളൊരു അവബോധത്തോടെ കൂടെ മാമുദീസ സ്വീകരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നീതുവിന് ജനിച്ചു കഴിഞ്ഞ് 10ാം പൊക്കം ഭയങ്കരമായ ഒരു അസുഖം പിടിച്ചെന്ന് വിചാരിച്ചോ? ഏത് ആശുപത്രി പോണോന്ന് തീരുമാനിച്ചത് നീതുവാണോ പേരൻസ് ആണോ? അമ്മച്ചിയാണ്. അസുഖം പിടിച്ചിട്ടുണ്ട്. ഏത് മരുന്ന് തരണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഡോക്ടറാണോ, അമ്മയാണോ, നീതുവാണോ? ഇപ്പൊ പറയണം. തീർച്ചയായിട്ടും അവർ തന്നെയാണ്, ഞാനല്ല. അപ്പൊ ഇതൊക്കെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് കൊണ്ട ചേർത്തത് ആരാ? നീതുവിനോട് ചോദിച്ചിട്ടാണോ ഏത് സ്കൂളിലാണെന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടായിരിക്കും പേരൻസ് അത് ചെയ്തത്? തീർച്ചയായിട്ടും എന്റെ ഒരു നല്ല ഒരു ഭാവിയെ കരുതിയായിരിക്കും. അത് തന്നെ. ചില കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് അപ്പുറത്താണ്, നമ്മളത് അംഗീകരിക്കണം, അല്ലേ? നമ്മളെല്ലാം ലിമിറ്റഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. ഈ കുട്ടിയുടെ ചോയ്സ് അല്ലായിരുന്നു ഈ മാമോദീസ മുങ്ങിയത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതെന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ ചോയ്സ് ആയിരുന്നു ഈ കുട്ടിക്ക് ഈ മതം നൽകിയത്. അപ്പോൾ അമ്മയ്ക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം കൂടെ ചോദിക്കും. അപ്പം അമ്മയുടെ അമ്മ ആ അമ്മയ്ക്ക് കൊടുത്തതാണ് ആ ക്രിസ്ത്യൻ മതം. അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഈ പരമ്പരാഗതമായിട്ടാണ് ഈ മതങ്ങൾ കൈമാറി വരുന്നത്. അന്ന് പറഞ്ഞ പോലെ അല്ലല്ലോ ഈ ആശുപത്രി കേസ് കിട്ടും പറ്റുമോ? ഒരു ഡോക്ടറെ പോയി കണ്ടു, ആ ഡോക്ടറുടെ ചികിത്സ വലിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത ഡോക്ടറെ പോയി കാണുമല്ലേ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ മതങ്ങളും പഠിച്ചതിന് ശേഷം കൊള്ളാം, ഈ മതം കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തിരഞ്ഞെടുത്തതാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയും? അല്ലല്ലോ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് വേണമെങ്കിൽ തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കാം അച്ഛനോട്. അച്ഛാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും ബുദ്ധി ഉറച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഒരു ആശുപത്രിയിൽ പോവാം, അമ്മ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ചികിത്സ വലിച്ചില്ല. ഇപ്പം എനിക്ക് സ്വയമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ ചെയ്യും, ആ ഡോക്ടർ പോരാന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത ഡോക്ടറെ പോയി കാണും. അല്ലെ എന്നെ ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, അവിടുത്തെ ചികിത്സ വലിക്കുന്നില്ല, ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് സമ്മറി മേടിച്ചുകൊണ്ട് എനിക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ എൻ്റെ അമ്മ എനിക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നതാണ് ഈ മതം. പക്ഷേ എനിക്കതങ്ങോട്ട് കേൾക്കുന്നില്ല, എനിക്കത് അത്ര സുഖമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് അടുത്ത മതത്തിലേക്ക് പോകാൻ സാധിക്കുമോ, അടുത്ത മതത്തിലോട്ട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കായിരുന്നു, ഇല്ലേ? പക്ഷെ അവിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പുതിയ തലമുറ എന്ന് പറഞ്ഞ ഇതുപോലുള്ള കൊണസ്റ്റ് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഇനിയും ചോദ്യം ചോദിക്കും. ഈ മതപണ്ഡിതന്മാരെല്ലാം ഉരുണ്ട് കളിക്കേ രക്ഷയുള്ളൂ. നമ്മൾ എത്രയോ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഈ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷെ ഇവർ മറ്റൊരു രീതിയിലോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു വിധത്തിൽ ഒപ്പിച്ച് തക്കിട തരികിട പരിപാടിയെല്ലാം പറഞ്ഞ് ഇത് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കിടന്ന് പെടാപ്പാട് വിടുക. നമസ്കരിക്കുന്നു, എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു വീഡിയോ ആണ്. നീ എന്താണ് ഈ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്ന് ഇനി ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കമന്റ് ബോക്സിൽ അങ്ങനെ കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂറായിട്ട് പറയുകയാണ്, അങ്ങനെ ചോദിക്കുന്നതിന് മുന്നോടിയായിട്ടെ ഈ ചാനലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്ക്, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഈ ഈശോയ്ക്ക് എന്തായിരിക്കും ഓരോ പടത്തിലും ഓരോരോ മുഖങ്ങൾ? ഒരാളാണെങ്കിൽ ഒരു മുഖമായിരിക്കില്ലേ? ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മുഖം തന്നെയാണ് ഈശോയുടെ എന്താണ് ഉറപ്പ്? ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ പറയട്ടെ. എന്റെ അപ്പന്റെ അമ്മ മരിക്കുന്നത് 1983 ജൂലൈ 16-നാണ്. അമ്മച്ചിയെ ഞാനോ എന്റെ അമ്മയോ ഒന്നും കണ്ടിട്ടില്ല. അമ്മച്ചിയുടെ ഫോട്ടോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മച്ചിയുടെ മരണശേഷം ഒരു ചിത്രകാരനെ വിളിച്ച് അമ്മച്ചിയുടെ ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രൂപസാദൃശ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരൊരു ചിത്രം വരച്ചു. എന്നാൽ മക്കൾ 4 പേരും അതിലത്ര സംതൃപ്തരായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ചിത്രകാരൻ കൊണ്ട് അമ്മച്ചിയുടെ ചിത്രം വീണ്ടും വരപ്പിച്ചു. ഇപ്പോൾ ഈ ചിത്രമാണ് എന്റെ വീട്ടിലിരിക്കുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 50 വർഷം മുമ്പ് മരിച്ച ഒരാളുടെ ചിത്രം വരയ്ക്കുമ്പോൾ പോലും ഇത്രയേറെ വ്യത്യാസങ്ങൾ വരുന്നു. അതും ഭർത്താവും മക്കളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോഴാണ് 2000 വർഷം മുമ്പുണ്ടായിരുന്ന എന്നാൽ ഇന്നും ജീവിക്കുന്നവനായ ഈശോയുടെ കാര്യം. അതാണ് അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. അതായത് 50 വർഷം മുമ്പുള്ള അമ്മച്ചിയുടെ പടം പോലും വരയ്ക്കുമ്പോഴത്തേക്കും പലരും പല രീതിയിൽ പറയുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യേശുവിൻ്റെ പടം വരയ്ക്കുമ്പോഴത്തേക്കും വ്യത്യാസം വരില്ലേ എന്നാണ്. അതാണ്. അപ്പം ചിത്രത്തിനകത്ത് മാത്രമല്ല ഈ കഥകളിലും വ്യത്യാസം വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം. മനസ്സിലായോ? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. അതായത് ഇപ്പം നമ്മുടെ തലമുറ ഒരു 2 തലമുറ അല്ലെങ്കിൽ വേണ്ട വല്യപ്പൻ്റെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടം വരെ പറയും? അത് ഏതാണ്ടൊക്കെ അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരും എന്നുള്ളതല്ലാതെ
ഇത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? എപ്പോൾ ജനിച്ച് ഇത് കുറച്ച് തലമുറകൾ അങ്ങോട്ട് പുറകോട്ട് പോയി നോക്കിക്കേ, എന്തുമാത്രം പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ 2000 വർഷം മുമ്പ് നടന്ന ഈ കഥ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്തെല്ലാം പൊടിപ്പും തൊങ്ങലും കയറിക്കാണും. ഈ സെന്റ് ഫ്രാൻസിസ് അസീസി നന്നേ ബാല്യത്തിലെ കടുത്ത ദീനാനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഒരു പുണ്യാത്മാവായിരുന്നു. ഈ പേരുകാരൻ പുണ്യാളന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചുടക്കാരന്റെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഞാൻ ഈ പറയുന്നത് ഈ യേശുവിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയത് കൊണ്ട് പറയുക. അതായത് ഇപ്പൊ കൃഷ്ണന്റെ ആണെന്ന് പറഞ്ഞാലും ശിവന്റെ ആണെന്ന് പറഞ്ഞാലും ശിവന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രൂപ ആയിരിക്കുമോ അറിയത്തില്ല. ഏത് കൃഷ്ണയുടെ താടിയുള്ളത്? താടി ഉണ്ടായിരുന്നു അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. ഇതൊക്കെ ചുമ്മാ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ കഥകളും. പല കാര്യങ്ങളും കണ്ടിട്ടില്ലേ, ഭയങ്കര അത്ഭുത പ്രവർത്തികളും മറ്റുമൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞ് എന്തെങ്കിലും ചെറിയ പരിപാടി എന്തെങ്കിലും ഒപ്പിച്ച് കാണുമായിരിക്കും. ഇപ്പം ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ മജീഷ്യന്മാരും മറ്റുമൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ മെന്റലിസ്റ്റുകളും ഒക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. വലിയ ആനയെ അവരെ അപ്രത്യക്ഷമാക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ അന്ന് ജീവിച്ചിരിക്കുന്ന ഇവർക്കൊക്കെ എന്തെങ്കിലും സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ പൊടി നമ്പരും ട്രിക്കും ഒക്കെ അറിയാമായിരിക്കും. അവർ അങ്ങനെ എന്തെങ്കിലും ചെറിയ സെറ്റപ്പ് കാണിച്ചു കാണും. എന്താ ഇതിലിട്ടത്? രുചി കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ്. രുചി കൂടാൻ വേണ്ടി ടേസ്റ്റ് അല്ല, സീക്രട്ട് ഞാൻ പറയൂല. ഉടനെ അത് പറഞ്ഞ് ഈ 2000 വർഷം മുമ്പുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു ഇവിടം വരെ എത്തുമ്പോഴത്തേക്കാണ് ഈ സാധനം വലിയ സംഭവമായി മാറുന്നത്. നമ്മൾ തന്നെ അറിയാവുന്ന കാര്യമില്ല. നമ്മളോട് ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു, എല്ലാവരും ഞാൻ പറയുന്നില്ല, അടുത്ത ആളോട് പറയുമ്പോഴത്തേക്കും ശകലം ഒരു വ്യത്യാസം വരും. അവൻ അടുത്ത ആളോട് പറയുമ്പോൾ അടുത്ത വ്യത്യാസം വരും. അതുകൊണ്ട് പ്രൊഡ്യൂസർ നിങ്ങളോടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് വരാം. അല്ല, ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞു. മേക്കപ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. കാണണമെങ്കിൽ പ്രൊഡ്യൂസറോട് അങ്ങോട്ട് ചെല്ലാൻ. അയാൾ അങ്ങനെ പറഞ്ഞു, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ ജഗദീഷ് എന്ന് പറഞ്ഞ പോലെയാണ്. അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ചിത്രത്തിന് അങ്ങനെ വ്യത്യാസം വരുന്ന പോലെ തന്നെ കഥകളിലും വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് ഓരോരുത്തരെ എഴുതി വെക്കുമ്പോഴത്തേക്കും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ കാലത്തിനനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പണ്ട് എത്ര വഴിപാടുണ്ടായിരുന്നു? കൂടി വന്ന ഒരു പുഷ്പാഞ്ജലി, ഒരു രക്തപുഷ്പാഞ്ജലി, അല്ലെങ്കിൽ കയ്യെ ഒരു ചരട് ജപം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതൊക്കെയുള്ളൂ, പൂജ്യം വഴിപാടുമൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 അടി പൊക്കത്തി ഫ്ലെക്സാണ്. ഇത് മൊത്തം പൂജകളാണ്, പല രീതിയിൽ പലതരത്തിൽ പെടയ്ക്കുന്നത്. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഇത് ഈ പറഞ്ഞ കഥകളിലും ഈ രൂപങ്ങളിലും എല്ലാം ഉള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. എന്തായാലും പുതുതലമുറയിലുള്ള കുട്ടികൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതുപോലെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളും നമുക്ക് ലഭിക്കും. ഇവരുടെ ഉത്തരത്തിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ഉത്തരവും ഇതുപോലെ കണ്ടെത്താൻ സാധിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.